നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. സുഭാഷിതം ഡിജിറ്റൽ ചാനൽ, അതുപോലെ ഗ്രീൻ ഗ്ലോബൽ എന്ന് പറഞ്ഞ മറ്റൊരു ചാനൽ കൂടിയുണ്ട്. ഈ രണ്ട് ചാനലും എല്ലാ അങ്കണവാടി ടീച്ചർമാർ വർക്കർമാരും ഹെൽപ്പർമാരും ദയവായി കാണണം. പെൻഷൻ പറ്റിയവരും കാണണം. കാരണം ഞാൻ നിങ്ങൾക്ക് വേണ്ടി 50-ലധികം വീഡിയോ ചെയ്തിരിക്കുകയാണ്. ഈ 50-ലധികം വീഡിയോ ചെയ്തപ്പോൾ എൻ്റെ ഉദ്ദേശം നിങ്ങൾ പരമാവധി ആളുകൾ ഇത് സബ്സ്ക്രൈബ് ചെയ്യും. അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോഴാണ് ഒരു ചാനലിനെ സംബന്ധിച്ച് അവർക്ക് റീച്ച് കിട്ടുന്നത്, അവർക്ക് സമൂഹത്തിൽ വിലയുണ്ടാകുന്നത്, മറ്റുള്ളവർ ഇത് കാണുന്നത്. അതുകൊണ്ട് എല്ലാവരും ഇത് റീച്ച് ചെയ്യണം, എല്ലായിടത്തും എത്തിക്കണം, ഇത് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, അങ്ങനെ കാര്യങ്ങളുണ്ട്. സംഭാവനകൾ അയക്കണം എന്നൊരു മെസ്സേജ് ഞാൻ പറയാറുണ്ട്. പക്ഷേ അത് അംഗനവാടിക്കാരോട് മാത്രമല്ല, ആർക്കൊക്കെ താല്പര്യമുണ്ടോ ഈ ചാനൽ നിലനിൽക്കണമെന്ന് താല്പര്യമുള്ളവർക്ക് സംഭാവന അയക്കണം. കാരണം നല്ല ചിലവുണ്ട് ചാനൽ നടത്തിക്കൊണ്ട് പോകുന്നതിന്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രൊഫഷണലായിട്ട് കൊണ്ടുപോകുന്നതിന് സാമ്പത്തികം ആവശ്യമുണ്ട്. കഴിയുന്നവർ സാമ്പത്തികം അയക്കുക, കഴിയാത്തവർ ദയവായി അയക്കരുത്. അതുപോലെ തന്നെ പരസ്യങ്ങളും ഒക്കെ നൽകണം. ഇന്ന് ഞാൻ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ള അംഗനവാടിയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം, ഇതെവിടെ നിന്നാണ് നമ്മൾ തുടങ്ങിയത്. ശരിക്കും അംഗനവാടിയുടെ വീഡിയോ ചെയ്യാൻ തുടങ്ങിയത് ഞാൻ മാതൃഭൂമിയിൽ കണ്ട ഈ ഒരു വാർത്തയിൽ നിന്നാണ് നമ്മളിവിടെ ഈ യാത്ര ചെയ്ത് ഇവിടെ എത്തിയത്. 7000-ഓളം കെട്ടിടങ്ങൾക്ക് വാടക കെട്ടിടത്തിലാണ് താമസിക്കുന്നത്. അതിൽ പല കെട്ടിടങ്ങളിലും അതുപോലെ തന്നെ സ്വന്തമായി 33,000-ൽ 33,000 സംതിങ് ഉണ്ട്, 115 അങ്ങനെ സംതിങ് ഉണ്ട്. എന്തായാലും 33,000-ൽ വരുന്നതിൽ 7,000-ഓളം എണ്ണം എന്ന് പറഞ്ഞാൽ നല്ലൊരു ശതമാനം, ഒരു 5 ശതമാനം ഉണ്ടല്ലോ, 7,000-ഓളം എണ്ണം, ഒരു 10-20% വാടക കെട്ടിടത്തിലാണ് താമസിക്കുന്നത്. അവർ അംഗൻവാടി നടത്തുന്നത്. അതല്ല പ്രശ്നം. ഈ വാടക കൊടുക്കുന്നതിൽ സർക്കാർ ഒരു ചെറിയ കളി കളിച്ചിട്ടുണ്ട്. എന്താണ് ഇത്? അംഗൻവാടി ക്ഷേമനിധി ചെയർപേഴ്സൺ അടക്കമുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ട ഒരു വീഡിയോ ആണ്. എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഹരിത എസ് കുമാറിനൊക്കെ ഇത് അയച്ചു കൊടുക്കേണ്ട ഒരു വീഡിയോ ആണ്. എന്തെന്ന് വെച്ചാൽ, ഈ വാടക എന്ന് പറഞ്ഞ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഒരു അംഗനവാടി വർക്കർ വാടകയ്ക്ക് വീട് എടുത്തിട്ടുണ്ടെങ്കിൽ, ഒരു അംഗനവാടിക്ക് വേണ്ടി ഒരു കെട്ടിടം എടുത്തിട്ടുണ്ടെങ്കിൽ, ആ കെട്ടിട ഉടമയ്ക്ക് വാടക കൊടുക്കണം. അപ്പോൾ ചില സ്ഥലങ്ങളിൽ എല്ലായിടത്തും 6 മാസത്തിലൊരിക്കലൊക്കെ സർക്കാർ പൈസ കൊടുക്കത്തുള്ളൂ. 6 മാസത്തെ വാടക ഒന്നിച്ച് കൊടുക്കും. അത് ഓണറുടെ പേരിലാണ് അയച്ചു കൊടുക്കുന്നത്, അല്ലാതെ അംഗനവാടി വർക്കറുടെ പേരിലല്ല. അതേസമയം മറ്റൊരുപാട് പൈസ, ശമ്പളം, മറ്റൊരുപാട് കാര്യങ്ങൾക്കുള്ള പൈസ ആർക്ക് കൊടുക്കുന്നു? അംഗനവാടി വർക്കർക്ക് കൊടുക്കുന്നു, പ്രശ്നമില്ല. അതേസമയം ഈ പൈസ ഓണർക്കാണ് കൊടുക്കുന്നത്. അതല്ല വിഷയം. ചില സ്ഥലങ്ങളിൽ ഓണർമാർ സർക്കാരിൽ നിന്ന് കിട്ടുന്ന പൈസയല്ലേ എന്ന് വിചാരിച്ച് 6 മാസത്തിലൊരിക്കൽ മതി എന്ന് പറയുന്നു. എന്നാൽ ചില സ്ഥലങ്ങളിൽ ഓരോ മാസവും നിർബന്ധമായി 5-ാം തീയതിക്ക് മുമ്പേ ഈ വാടക കിട്ടണമെന്ന് നിർബന്ധം പിടിക്കാറുണ്ട്. അവിടെ അംഗനവാടി വർക്കർമാരും ചിലയിടങ്ങളിൽ ഹെൽപ്പർമാരും സ്വന്തം കയ്യിൽ നിന്ന് പൈസ ഇട്ടാണ് ആർക്ക് കൊടുക്കുന്നത്? ഈ ഓണർക്ക് കൊടുക്കുന്നത്. എന്നിട്ട് 6 മാസത്തിലോ 3 മാസമോ 6 മാസമോ കൂടുമ്പോൾ ആ ഓണർക്ക് ബാങ്കിൽ നിന്ന് പൈസ വരുമ്പോൾ ആ ഓണറോട് പോയി കാല് പിടിച്ച് ഓണർക്ക് പൈസ വരുന്നത് കണ്ണിൽ എണ്ണ ഒഴിച്ച് അത് നോക്കിയിരുന്ന് അതിനെ പിന്നെ വർക്കർക്കും ഹെൽപ്പർക്കുമായി ട്രാൻസ്ഫർ ചെയ്ത് കിട്ടണം. ഇത് വലിയ അനീതിയാണ്, കൊടിയ അനീതിയാണ്. ഇതിൻ്റെ ആവശ്യമില്ല. നിങ്ങൾ ആദ്യം സർക്കാർ സംവിധാനത്തിൽ ജോലിയിൽ നിൽക്കുന്നവരായതുകൊണ്ടും ക്ഷേമ പെൻഷനിലൊക്കെ ഉള്ളവരായതുകൊണ്ടും ഈ ഉദ്യോഗസ്ഥർ, ഈ ആളുകളെ, ഈ കൂട്ടരെ വിശ്വസിക്കുക. ഒന്നാമതായി വിശ്വസിക്കുക. നമ്മൾ ചീഫ് സെക്രട്ടറിയുടെ കാർ വരെ, ഞാൻ ഡയറക്ടറായിരുന്നപ്പോൾ എൻ്റെ കാർ ഓടിച്ചിരുന്നത് ഡെയിലി വേജസുകാരാണ്. എത്ര വലിയ കാറാണ് ഡയറക്ടർമാർക്കൊക്കെ ഉണ്ടാവുക? ഡെയിലി വേജസുകാരെല്ലാം കൊടുത്തു വിടുന്നില്ലേ? ചീഫ് സെക്രട്ടറിക്ക് വരെ ഡെയിലി വേജസിലുള്ള ഡ്രൈവർമാരുണ്ട്. നിങ്ങളത് മനസ്സിലാക്കുക. അവരെയിൽ ഇന്നോവയുടെ വലിയ കാർ വരെ കൊടുത്തു വിടും. അവർ വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റുമോ? ഒന്നും ചെയ്യില്ല. സർക്കാരിൽ അങ്ങനെ പറ്റൂ, അങ്ങനെ വിശ്വസിച്ചേ പറ്റൂ. ഇതൊന്നുമില്ലെങ്കിലും അംഗൻവാടികൾ സ്ഥിരമായി പോസ്റ്റ് ചെയ്തിരിക്കുന്നവരല്ലേ, 62 വയസ്സ് വരെ നിങ്ങളിവിടെ ഉണ്ടല്ലോ. അതുകൊണ്ട് അവർ കള്ളികളാണെന്നുള്ള രീതിയിലുള്ളൊരു നടപടി വേണ്ട. ഇത് എല്ലാവരും കൂടി എടുക്കേണ്ട ഒരു എഫർട്ടാണ്. ഈ 7000 പേർക്ക് ഇത് പ്രശ്നമുള്ളതുകൊണ്ട് ബാക്കിയുള്ളവർ ഇത് കണ്ണടച്ചിരിക്കരുത്. ഞങ്ങൾക്ക് പ്രശ്നമില്ലല്ലോ എന്ന് വിചാരിക്കരുത്. ഇതിൻ്റെ ദുഃഖം നിങ്ങൾ മനസ്സിലാക്കുക. ഈ 7000-ഓളം വരുന്ന സ്ഥലങ്ങളിൽ, വാടകയ്ക്ക് കെട്ടിടമെടുത്തിട്ടുള്ള സ്ഥലങ്ങളിൽ വാടക എല്ലാ മാസവും കൊടുക്കേണ്ടി വരുന്ന കുറച്ച് പേരുണ്ട്. സ്വന്തം കയ്യിൽ നിന്ന് അവർ കൊടുക്കുന്നു. അത് പിന്നെ മുതലാളിക്ക്, കെട്ടിടത്തിൻ്റെ ഉടമയ്ക്ക് 6 മാസത്തിന് ശേഷം കിട്ടിയതിന് ശേഷം അവർ തിരിച്ചു കൊടുക്കും. ഇതിലൊരു പ്രായോഗിക ബുദ്ധിമുട്ട് ഒരു 5-6 സ്ഥലങ്ങളിൽ വന്നതും കൂടി എൻ്റെ പെട്ടതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. വളരെ പ്രായമായ ആളുകളാണ് ഈ ഓണർമാർ. മക്കളൊക്കെ ദൂരെയാണ്, വളരെ പ്രായമായവരാണ്. അവർക്ക് ഓർമ്മയും ചെലുത്തിയെന്നുള്ള ആളുകളല്ല പലരും. അവർക്ക് ബാങ്കിലേക്ക് പൈസ വരുമ്പോൾ അവരറിയും, അവർക്ക് മെസ്സേജൊക്കെ വന്നവരറിയും. അല്ലെങ്കിൽ അവരോട് ചെന്ന് പറയുമ്പോൾ അവർ പിന്നെ ഇത് ട്രാൻസ്ഫർ ചെയ്ത് തരാനൊക്കെ സമയമെടുക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും അംഗനവാടി വർക്കർമാർ ഹെൽപ്പർമാരും ഒരു ട്രാപ്പിൽ ചെന്ന് അതുകൊണ്ട് എല്ലാ മാസവും ഒരു നിശ്ചിത തീയതിക്ക് വാടക കൈമാറുമ്പോൾ, എല്ലാ മാസവും അത് ആവശ്യമുണ്ട്. വാടക കൈമാറുമ്പോൾ വാടക അത് എല്ലാ മാസവും ഒരു പർട്ടിക്കുലർ ഡേറ്റിൽ അല്ലെങ്കിൽ ഒരു സമയത്ത് അംഗനവാടി വർക്കർമാരുടെ അക്കൗണ്ടിലേക്ക് ഇട്ടാൽ വളരെ സന്തോഷമായിരിക്കും. ഇനി അതിനെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വർക്കർമാർ കൊടുക്കില്ല എന്നുണ്ടെങ്കിൽ അതാത് മാസം ഓണർക്ക് തന്നെ ഇട്ട് കൊടുത്താൽ പിന്നെ ശല്യമില്ല.
ഇതേതെങ്കിലും ഒരു നടപടി വേണം. ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓണർക്ക് 6 മാസത്തിലൊരിക്കലേ കിട്ടുകയുള്ളൂ. പക്ഷേ അംഗൻവാടി വർക്കർമാരും ഹെൽപ്പർമാരും അത് പൈസയിട്ട് കൊടുക്കേണ്ടി വരുന്നു. പിന്നെ ഇവർക്ക് കിട്ടുന്നുള്ളൂ. അതൊരു വലിയ അനീതിയാണ്, ഒരു അശാസ്ത്രീയമായ ഭരണപരിഷ്കാരമാണ്. ഏതോ ഉദ്യോഗസ്ഥൻ്റെയോ തലയിൽ ഓളമുണ്ടായി ഇട്ടൊരു ഓർഡറാണ്. അംഗൻവാടികളെല്ലാം കള്ളികളാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് പൈസ തരുന്നില്ല, നേരിട്ട് ഓണർക്ക് കിട്ടട്ടെ എന്നുള്ള ആരുടെയോ ഒരു ബുദ്ധിയാണത്. അത് കുബുദ്ധിയാണ്. ആ ബുദ്ധി വേണ്ട. അപ്പോൾ നമുക്ക് പരസ്പരം വിശ്വസിക്കാം, അങ്ങനെ പോകാം. അല്ലാത്ത കള്ളം കാണിക്കുന്നവരെ സർവീസിൽ നിന്നെടുത്ത് കളയാം. അതിന് പ്രൊവിഷൻ ഉണ്ടല്ലോ. അത് ക്രിമിനൽ നടപടി, സിവിൽ നടപടിയൊക്കെ ഏർപ്പെടുത്താൻ കഴിയുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഈ കാര്യം ഭരണാധികാരികളും ഉദ്യോഗസ്ഥരും ശ്രദ്ധിക്കണമെന്ന് വിനയപുരസരം സുഭാഷിതം അങ്കണവാടി റിസർച്ച് ടീമിന് വേണ്ടി ഡോക്ടർ സുഭാഷ് ചന്ദ്രബോസ്, CEO, സുഭാഷിതം ഡിജിറ്റൽ ചാനൽ.